ഹായ് നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ പേഴ്സണൽ ലൈഫിലൊരു കാര്യമാണ്. വേറൊന്നുമല്ല, വായിച്ചൊരു ബുക്കിനെ കുറിച്ചിട്ടുള്ള എൻ്റെ ഒരു അഭിപ്രായം. ഈ ബുക്ക് എല്ലാവരുടെയും അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഭയങ്കര ഫേവറേറ്റ് ബുക്കാണ്. അതായത് റാം കെയർ ഓഫ് ആനന്ദി ബൈ അഖിൽ പി ധർമ്മജൻ. നമ്മുടെ നാട്ടുകാരൻ ആലപ്പുഴക്കാരനായ ഒരു റൈറ്റർ എഴുതിയ ബുക്ക്. സോ അതുകൊണ്ട് തന്നെ ഇതെന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഐ വാസ് സോ ഹാപ്പി. ഇതെന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പം മോർ ദാൻ 6 months ആയി സത്യം പറഞ്ഞ. ആൻഡ് ഞാനിത് വായിച്ചു തുടങ്ങി. ഫസ്റ്റ് അതായത് ഈ ബുക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി ഹൈപ്പ് ഉണ്ടായിരുന്നൊരു ബുക്കാണ്. ഒരുപാട് പേര് എവിടെ നോക്കിയാലും ഇതിന്റെ ആനന്ദിയുടെയും റാമിന്റെയും കുറേ റീൽസുകൾ മാത്രം കണ്ടുകൊണ്ടിരുന്നത് വെച്ചിട്ട് തന്നെയാണ് ഞാനും വാങ്ങിയത്. ആൻഡ് വായിച്ചു തുടങ്ങിയ ഒരു 10-12 പേജ് കഴിഞ്ഞപ്പോഴും എനിക്കങ്ങനെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടൊന്നും സത്യം പറഞ്ഞാൽ തോന്നിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വായന അങ്ങ് ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ആയി. 2 പേജ് 3 പേജ് മാക്സിമം പോയ 10 പേജ് അങ്ങനെയൊക്കെ വല്ലപ്പോഴും ഒക്കെ വായിക്കും, റെഗുലർ അല്ലാതെ. അങ്ങനെ 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 ഇരുന്ന് ഞാന് ഇന്നലെ രാത്രി ഒരു 11 മണിയൊക്കെ കഴിഞ്ഞപ്പം വായിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഫസ്റ്റ് ഹാഫ് ഞാൻ എങ്ങനെയൊക്കെയോ തീർത്തു. അതായത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി ഇൻട്രസ്റ്റോടെ നൈറ്റ് ഇരുന്ന് വായിച്ചു. അങ്ങനെ മല്ലി വീട്ടിലേക്ക് പോകുന്നൊരു സീനില് തൊട്ട് അതിലൊരു ലൈൻ വായിച്ചപ്പോൾ തൊട്ട് നെഞ്ചിന്റെ ഉള്ളിൽ ഒരു പെയിൻ അനുഭവപ്പെട്ടു. അതായത് ആ എഴുത്തിന്റെ ഡെപ്ത് എനിക്ക് അപ്പോഴാണ് ശരിക്കും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത്. ആ ഒരു തോന്നൽ വന്നത് കൊണ്ട് ഞാനിത് ഫുള്ള് വായിച്ചു തീർത്തപ്പോൾ അറൗണ്ട് 3 AM ആയി. ഞാൻ ഉറങ്ങാതെ കുത്തിയിരുന്നത് ഫുള്ള് വായിച്ചു തീർത്തു. ആൻഡ് ചില ലൈനുകൾ, ചില പാരഗ്രാഫുകൾ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് തന്നെ 3, 4, 5 തവണ റിപ്പീറ്റ് ചെയ്ത് അതങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. വായിച്ച് എനിക്കൊരു, അതായത് നമ്മളൊരു സംഭവം വായിക്കുമ്പോൾ നല്ലൊരു ഡെപ്ത് കിട്ടിയില്ല, ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. എനിക്ക് അങ്ങനെ ഒരു ഹാബിറ്റ് ഉണ്ട്. ആ ഒരു ഇമോഷൻ വെച്ച് വായിച്ച് അങ്ങനെ അറൗണ്ട് 3 മണിയായപ്പോഴാണ് ഞാൻ കഴിഞ്ഞത്. സ്റ്റിൽ ഇപ്പോഴും ആലോചിക്കുമ്പോൾ എവിടേക്കോ ഒരു പെയിൻ ഉണ്ട്. ആനന്ദിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ, മല്ലീനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഭയങ്കരമായ ഒരു ദുഃഖം. അങ്ങനെ ഇപ്പൊ എല്ലാവർക്കും ഈ ബുക്കിനെ കുറിച്ച് അറിയാമല്ലോ, അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അപ്പൊ ഭയങ്കര ഒരു വിഷമവും ഭയങ്കര ഒരു ഇമോഷനും. റാമിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീല്. ആൻഡ് ഇതൊരു മൂവി ആവുമെന്ന് കേട്ടായിരുന്നല്ലോ. അപ്പോ ഇത് മൂവി ആകുമ്പോ എങ്ങനായിരിക്കും, ആരായിരിക്കും കാസ്റ്റിൽ, ഇങ്ങനെ എന്റെ മൈൻഡിൽ ഇങ്ങനെ കുറെ ആൾക്കാരുടെ റാമായിട്ടും കുറച്ച് ആൾക്കാരുടെ മുഖമൊക്കെ വന്നുപോയി, ആനന്ദിയായിട്ടും വന്നുപോയി. അപ്പൊ ആരായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നൊക്കെ എനിക്കൊരു ഒരു ആകാംക്ഷയൊക്കെ ഓടിങ്ങനെ. ഞാൻ ആ മൂവി കാണാൻ വേണ്ടി ഇപ്പൊ ഒരു വെയിറ്റിംഗ് ഉണ്ട് ഉള്ളില്. ആൻഡ് ശരിയാണ്, ഈ ബുക്ക് വായിച്ചു തീർക്കുന്നവർക്ക് ഈ ബുക്കിനോട് ഒരു അടുപ്പവും ഇഷ്ടവും പ്രണയവും വിരഹവും എല്ലാം കൂടുന്ന ഒരു ഫീലിംഗ് വരും. നമ്മുടെ നാട്ടുകാരനായ ചേട്ടൻ എഴുതിയ ബുക്ക് അടിപൊളി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ശരിയാണ്, ഒരുപാട് ഇമോഷനുള്ള റാം കെയർ ഓഫ് ആനന്ദി എന്നുള്ള ബുക്കിനെ ഞാനും ഇപ്പൊ ഈ നിമിഷം തൊട്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഒരുപാട് വായിക്കുന്ന ഒരാളാണെന്ന് ചോദിച്ചാൽ എനിക്ക് വായിക്കാൻ ഇഷ്ടമാണ്. ഞാൻ ഒരുപാട് നന്നായിട്ട് വായിച്ചിരുന്നു. ബിക്കോസ് വായനകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങളുള്ള ഒരാളാണ്. സൗഹൃദങ്ങളിലേക്കാളും എൻ്റെ ഡിയർ ഫ്രണ്ട്, ഞാനിപ്പോ ഇവിടെ പേര് മെൻഷൻ ചെയ്യണം, റിഫ, അടിപൊളി റീഡറാണ്, നല്ലൊരു റൈറ്ററാണ്. അപ്പോൾ ഞങ്ങളുടെ സൗഹൃദങ്ങൾ, അവളോട് സംസാരിക്കുമ്പോഴൊക്കെ വായിക്കാനുള്ള ഒരു ഹാബിറ്റ് നമുക്ക് ഗ്രാജുവലി ബിൽഡാകും. പ്ലസ് ഞാൻ കൊച്ചിലെ തൊട്ടേ ഇച്ചിരിയൊക്കെ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ ചില പോയിന്റിൽ അതങ്ങ് ഞാൻ ആ ഒരു നല്ല ഹാബിറ്റൊക്കെ വിട്ട് ഞാൻ പിന്നെ ഔട്ടാകും. അങ്ങനെ ഇപ്പൊ പിന്നെയും ആ ഹാബിറ്റ് ഞാൻ കൊണ്ടുവരികയാണ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് അത് ഞാൻ വായിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഇത് കഴിഞ്ഞു, ഇനി അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് 1-2 ബുക്കുകൾ മനസ്സിലുണ്ട്, അതൊക്കെ വായിക്കണം. ആൻഡ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ആ മൂവി കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ ഞാനിത് വായിച്ചപ്പോൾ തന്നെ ഓർത്തു നാളെ ഒരു വീഡിയോ ചെയ്യണം, എനിക്ക് എന്നാ ഫീൽ ചെയ്തതെന്ന് ഞാൻ ഇങ്ങനെ പറയണം. അങ്ങനെ എടുത്ത വീഡിയോ ആണ്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.